ഹായ്, ഏറ്റവും കൂടുതൽ ആളുകൾക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഭാരം ഉയർത്താൻ പറ്റില്ല എന്നുള്ളത്. അതായത് എന്ത് ഭാരം ഉയർത്തിയാലും അവർക്ക് ബാക്കിൽ, അവരുടെ ലോവർ ബാക്കിൽ പെയിൻ ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ പെയിൻ ഉണ്ടാകുന്നത്? അങ്ങനെ പെയിൻ ഉണ്ടാകാതെ നമുക്ക് എങ്ങനെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഇത് ജിമ്മിൽ വന്ന് ഡംബൽസ് ഉയർത്തുന്ന ആളുകൾ തൊട്ട് വീട്ടിലെ ചെറിയ ഭാരങ്ങളോ ബക്കറ്റോ ഒക്കെ ഉയർത്തുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെ ഒരു ഹെവി ആയിട്ടുള്ള വസ്തു നമുക്ക് ബാക്കിന് പെയിൻ വരാതെ ലിഫ്റ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. I am Rajesh K. Mohan. Welcome to my channel. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് മൊത്തം 40 കിലോയാണ്. ഇത് സാധാരണ ചെയ്യുന്ന പോലെ ഇതുപോലെ ബാക്ക് ബെൻഡ് ചെയ്ത് വെച്ച് എടുത്തു കഴിഞ്ഞാൽ നല്ല ബാക്ക് പെയിൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിനി എങ്ങനെ എടുക്കണം എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ബാക്ക് സ്ട്രെയിറ്റ് ആക്കി വെച്ചുകൊണ്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ എടുക്കുക. ഇതിനെ ഡെഡ് ലിഫ്റ്റ് പോസ്റ്റർ എന്ന് പറയും. നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഭാരമുള്ള വസ്തു നിങ്ങളുടെ ശരീരത്തോട് മാക്സിമം ചേർത്ത് വെച്ച ശേഷം ബാക്ക് നട്ടല് സ്ട്രെയിറ്റ് ആക്കി വെച്ചുകൊണ്ട് വേണം ഭാരം ഉയർത്തേണ്ടത്. ഇത് രണ്ടാമത്തെ ടെക്നിക്കാണ്. ഇതിനെ സ്ക്വാട്ട് ടെക്നിക്ക് എന്ന് പറയാം. സ്ക്വാട്ട്സ് ചെയ്യുന്ന പോലെ വസ്തു ഇതുപോലെ ഇരുന്ന് നട്ടല് സ്ട്രെയിറ്റ് ആക്കി വെച്ച് എടുത്ത് ഉയർത്താൻ ശ്രമിക്കുക. ആദ്യം കാണിച്ച ഡെഡ് ലിഫ്റ്റ് പോസ്റ്ററിൽ ഞാൻ മറ്റൊരു ഭാരം ഉയർത്തുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് 25 കിലോയുള്ള ഒരു ബാഗാണ്. ഇനി ഇപ്പോൾ ചെയ്യാൻ പോകുന്നതാണ് മറ്റൊരു തരത്തിൽ നമ്മൾ വെയിറ്റ് പൊക്കുന്നത്. ഇത് ലഞ്ചസ് പൊസിഷനാണ്. ഇതിലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എൻ്റെ ബാക്ക് വളരെ സ്ട്രെയിറ്റ് ആണ്. ഇനി ചെയ്യാൻ പോകുന്നതാണ് സെമി സ്ക്വാട്ട് മെത്തേഡിൽ വെയിറ്റ് എടുക്കുന്നത്. ഇവിടെയും എൻ്റെ ബാക്ക് വളരെ സ്ട്രെയിറ്റ് ആണ്. എന്നാൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഭാരമുള്ള വസ്തുക്കൾ മാത്രമല്ല, ഇതുപോലെ ഭാരം കുറഞ്ഞ വസ്തുക്കളും ഉയർത്താറുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ബെൻഡ് ചെയ്തിരുന്ന ഷൂ ലേസ് കെട്ടുന്ന പോലെയുള്ള പ്രവർത്തികളും നമ്മൾ ചെയ്യാറുണ്ട്. സാധാരണഗതിയിൽ നമുക്ക് ഇത് ഒരു ബാക്കിന് പെയിൻ ഉണ്ടാക്കുന്നില്ല എങ്കിലും ഹെർണിയേറ്റഡ് ഡിസ്ക് പോലെയുള്ള എന്തെങ്കിലും ആൾറെഡി ബാക്ക് ഇഞ്ചുറി ഉള്ള ആളുകൾക്ക് ഇതും വേദന ഉണ്ടാക്കാം. അപ്പോഴും മുൻപ് പറഞ്ഞ രീതിയിലോ അല്ലെങ്കിൽ ഇപ്പോൾ കാണിക്കുന്ന രീതിയിലോ നിങ്ങൾക്ക് ഭാരം ഉയർത്താവുന്നതാണ്. അതുപോലെ ഷൂ ലേസ് കെട്ടുമ്പോഴും നട്ടല് നിവർത്തി വെച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റ് വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുവരെയും രാജേഷ് കെ മോഹൻ സൈനിങ് ഓഫ്.